ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടാ. ഇന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ വെക്ടർ ആൾജിബ്ര. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇത് അത്രയും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണല്ലോ. പിന്നെ ഏകദേശം 7 മാർക്കിന് വരെ മക്കളെ നമുക്ക് എന്തിനു ചോദിക്കാം? വെക്ടർ ആൾജിബ്രയിൽ ചോദിക്കാം കേട്ടോ. റെഡി? യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഈ വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ബാക്കി എല്ലാ ചാപ്റ്ററൊന്നും ചെറുങ്ങനെ തലയും പാലൊക്കെ കുറച്ച് മുറിച്ചിട്ടുണ്ട് അല്ലേ. വെക്ടർ ആൾജിബ്രയിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം പഠിക്കണം കേട്ടോ. അപ്പം അത് കാരണം ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി വെക്ടർ 0 0 0 to 2 2 2 in ijk components. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് തന്നിട്ട് ആ 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത വെക്ടർ കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ നോക്കടാ, 0 0 0 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെന്താ മക്കളെ? ഒറിജിനാ 0 0 0. റെഡി? അടുത്ത പോയിന്റ് ഇതാ 2 2 2 കേട്ടോ. ഇപ്പം 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ഈ വെക്ടറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. റെഡി? വെറുതെ ചുമ്മാ ഒരു പേര് കൊടുത്തോ, ഒറിജിൻ ഒ പി ട്ടോ. ഇപ്പോൾ കുറച്ച് ബേസിക്സ് പറയണേ. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിയിൽ അവസാനിക്കുന്നു. ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിയിൽ അവസാനിക്കുന്നു. എങ്ങനെ വെക്ടറിന് പേര് കൊടുക്കുക? ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിയിൽ അവസാനിക്കുന്നു, ഒ പി, വെക്ടർ ഒ പി. റെഡി? അപ്പൊ എങ്ങനെ വെക്ടർ ഒ പി കണ്ടുപിടിക്കണ്ടേ? സാധാരണഗതിയിൽ 2 പോയിന്റ്സ് തന്നിട്ട് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? x2 മൈനസ് x1 i പ്ലസ് y2 മൈനസ് y1 j പ്ലസ് z2 മൈനസ് z1 k അല്ലേ? ഈ സംഗതിയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ടെർമിനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ആണേ. ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇവിടെ ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 2 2 2 അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഒ പി എഴുതാം? ഒ പി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, 2 മൈനസ് 0 2 മൈനസ് 0 2 മൈനസ് 0 i അല്ലേ? ദെൻ 2 മൈനസ് 0 j പ്ലസ് 2 മൈനസ് 0 k. എത്ര കിട്ടി? 2i പ്ലസ് 2j പ്ലസ് 2k. റെഡി? ഇത്രയാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഈ വെക്ടറിന് നമ്മൾ കൃത്യമായി ഒരു പേര് കൊടുത്ത് വിളിക്കാറുണ്ട്. ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വെക്ടറിനെ വിളിക്കുന്ന പേര് പൊസിഷൻ വെക്ടർ കേട്ടോ. ആ വെക്ടറിന്റെ പേരെന്താ? പൊസിഷൻ വെക്ടർ. ഓക്കെ, റെഡി? അപ്പൊ ഒരു പോയിന്റ് തന്നിട്ട് പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം എഴുതണം. ഇപ്പൊ ഇവിടെ പോയിന്റ് 2 2 2 അല്ലേ? പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, ഈ 2 കൂടെ ijk കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. 2i പ്ലസ് 2j പ്ലസ് 2k. ഇത്രയുള്ള പരിപാടി കേട്ടോ. റെഡി? എളുപ്പമല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു. എല്ലാവരും നോട്ട് ചെയ്യണം. യെസ്, നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. വെക്ടർ എ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു വെക്ടർ തന്നിട്ടുണ്ട്, വെക്ടർ എ തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വെക്ടർ എ. ഞാൻ വെക്ടർ എ എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. വെക്ടർ എ തന്നു. എന്താ മക്കളെ? 2i മൈനസ് √2j പ്ലസ് √3k. ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കണം. റെഡി? നമുക്ക് 2 തരത്തിൽ ആൻസർ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. നമുക്ക് ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാനാണല്ലോ ചോദ്യം. ഓക്കെ മക്കളെ, വെക്ടർ എ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എ ക്യാപ്പ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ എ. വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ. അതായത് ഇത് വെക്ടർ എ ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ എങ്ങനെയായിരിക്കും? ഇതേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ഈ ചെറിയ വെക്ടറിനെ വിളിക്കുന്ന പേരാണെന്ത്? വെക്ടർ എ. സോറി, എ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ. റെഡി? ഇത് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയണം. എ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. പഠിക്കണേ, വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. ഓക്കെ, അപ്പോ എങ്ങനെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും? ഇവിടുത്തെ വെക്ടർ എ നമുക്കറിയാം. വെക്ടർ എ ആരാ മക്കളെ? ഇക്വേഷൻ എഴുതിക്കോ.
2i മൈനസ് √2j പ്ലസ് √3k. ഇതാണ് വെക്റ്റർ എ അല്ലേ? എങ്ങനെ മക്കളെ ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? മോഡ് എ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, മോഡ് എ കണ്ടുപിടിക്കുക എളുപ്പം. സാർ ഇതാ റൂട്ട് വരച്ചു. 2 സ്ക്വയർ 4 പ്ലസ് മൈനസ് √2. മൈനസ് √2 സ്ക്വയർ എന്താ? മൈനസ് സ്ക്വയർ ഇതാ പ്ലസ് വരും, √2 സ്ക്വയർ ഇതാ 2 വരും, പ്ലസ് √3. √3 സ്ക്വയർ മക്കളെ അഗൈൻ 3 കേട്ടോ. അപ്പോൾ 4 + 2 6, 6 + 3 9, √9 എത്ര കിട്ടും മക്കളെ? 3 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 2i മൈനസ് √2j പ്ലസ് √3k ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇതാണ് എന്ത്? യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഒരു വെക്റ്റർ തന്നിട്ട് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ബൈ മോഡ് എ കേട്ടോ. സെയിം കൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു വെക്റ്റർ തന്ന് അതിന്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഒരു മെത്തേഡ് എന്താ? അതിന്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. യൂണിറ്റ് വെക്റ്റർ അതേ ഡയറക്ഷനിലായിരിക്കും. റെഡി? യെസ്. യൂണിറ്റ് വെക്റ്ററിന്റെ പ്രത്യേകത അറിയാലോ. യൂണിറ്റ് വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും കേട്ടോ. മാഗ്നിറ്റ്യൂഡ് 1. ഓക്കെ, യെസ്. ഇനി വേറെ രീതിയിലും ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ എന്നല്ലേ? ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ എ അല്ലേ? നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതി പഠിച്ചിട്ടുണ്ടാവും. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒരു വെക്റ്ററിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഒരു വെക്റ്ററിൻ്റെ കൂടെ 1/2 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ലിറ്ററലി ആ വെക്റ്ററിനെ പകുതി ആക്കുകയല്ലേ അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ പകുതി ഉണ്ടാവുള്ളൂ. ഇതാണ് 1/2 അല്ലേ? ഇപ്പം ഞാൻ 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ 2 ടൈംസ് എ, വെക്റ്റർ എ 2 മടങ്ങായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും 2a. ഇപ്പം 3a ആണെങ്കിലോ മക്കളെ 3 മടങ്ങ്. ഇതാണ് 3a കേട്ടോ. കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു വെക്റ്ററിനെ ഒരു സ്കെയിലാർ, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല പല വെക്ടേഴ്സ് കിട്ടും. ആ വെക്ടേഴ്സിനൊക്കെ പ്രത്യേകത എന്താ? ദേ ആർ കൊളീനിയർ വെക്ടേഴ്സ് കേട്ടോ. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ വെക്ടേഴ്സ് കേട്ടോ. കൊളീനിയർ പോയിന്റ്സുമായിട്ട് കൺഫ്യൂഷനിൽ വരരുത്. കൊളീനിയർ പോയിന്റ്സ് വേറെ. കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ലൈനിന്റെ മുകളിൽ കിടക്കുന്ന പോയിന്റ്സിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? കൊളീനിയർ പോയിന്റ്സ്. ഇത് കൊളീനിയർ വെക്ടേഴ്സ് കേട്ടോ. പാരലൽ വെക്ടറിനെ വിളിക്കുന്ന മറ്റു പേരാണെന്ത്? കൊളീനിയർ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ തന്നു, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള പാരലൽ വെക്ടേഴ്സ് കിട്ടും അല്ലേ? അപ്പോൾ വെക്ടർ എ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് 2a കണ്ടുപിടിക്കാം, 3a കണ്ടുപിടിക്കാം, 4a കണ്ടുപിടിക്കാം. ഇതൊക്കെ വെക്ടേഴ്സാ. ഇവരെല്ലാം എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് ദേ ആർ പാരലൽ കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയയിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ മക്കളെ റിക്വയർഡ് വെക്ടർ നമുക്ക് വേണമെങ്കിൽ 2a ചെയ്യാം. 2a എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാ ടേംസിനൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 2 × 2i 4i മൈനസ് 2√2j പ്ലസ് 2√3k. ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആ വെക്ടറിന്റെ ഡയറക്ഷനുള്ള വെക്ടർ കിട്ടും. റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വെക്ടർ എ i + j + k, വെക്ടർ ബി 2i + j - k. ദെൻ ഫൈൻഡ് a + b ഡോട്ട് a - b. എളുപ്പമാണേ. 2 വെക്ടേഴ്സ് തന്നിട്ട് a + b കണ്ടുപിടിക്കാൻ പറഞ്ഞു. എങ്ങനെ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാം? യെസ്, 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ എളുപ്പം ചെയ്യാം. അതിന്റെ കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യാം കേട്ടോ. നോക്കടാ, i + j + k. ഇവിടെ കമ്പോണൻസ് ആയിരിക്കാം. ഐന്റെ കമ്പോണന്റ് 1, കോഎഫിഷ്യന്റ് 1, ജെന്റെ കോഎഫിഷ്യന്റ് 1, കെയുടെ കോഎഫിഷ്യന്റ് 1 അല്ലേ? ബി ഇവിടെ i കമ്പോണന്റ് 2 വന്നു, ജെയുടെ കോഎഫിഷ്യന്റ് 1, കെയുടെ കോഎഫിഷ്യന്റ് -1 അല്ലേ? ഈ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ a + b എങ്ങനെ ചെയ്യും? നോക്കടാ, 1 പ്ലസ് ബിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? 2, 1 + 2i പ്ലസ് ജെ കമ്പോണന്റിന്റെ കോഎഫിഷ്യന്റ് മക്കളെ എയിലെ ജെ കമ്പോണന്റ് കോഎഫിഷ്യന്റ് 1 ആണ്. യെസ്. രണ്ടാമത്തെ വെക്ടർ ബി, അവിടെ ജെ കമ്പോണന്റ് കോഎഫിഷ്യന്റ് എന്തായിരുന്നു? അഗൈൻ 1, 1 + 1 ജെ ക്യാപ്പ്. യെസ്. കെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്തേ.
ആദ്യത്തെ വെക്ടർ എ അവിടെ കെയുടെ കോഎഫിഷ്യന്റ് 1 ആട്ടോ, പ്ലസ് രണ്ടാമത്തെ വെക്ടർ ബി അവിടെ കെയുടെ കോഎഫിഷ്യന്റ് എന്താ ശ്രദ്ധിച്ച് നോക്കിക്കോ, -1 റെഡി. ഇപ്പൊ എ പ്ലസ് ബി കിട്ടിയില്ലേ, എ പ്ലസ് ബി എന്ത് കിട്ടും നമുക്ക്, എ പ്ലസ് ബി ഈക്വൽ ടു 1 + 2 എന്ന് പറയുമ്പോൾ 3 ആയി അല്ലേ, 1+ എന്ന് പറയുമ്പോൾ 2j. അഗൈൻ ശ്രദ്ധിക്കുക, 1 പ്ലസ് മൈനസ്, പ്ലസും മൈനസും വന്നാൽ മക്കളെ കുറയ്ക്കുക, 1 - 1 1 - 1 0 അല്ലേ. അപ്പോൾ ഒന്നുകിൽ കെ എഴുതാതിരിക്കാം, അല്ലെങ്കിൽ 0k എന്ന് കൊടുത്താലും പ്രശ്നമില്ല. റെഡിയാണോ? അപ്പോൾ എ പ്ലസ് ബി നമുക്ക് കിട്ടി. എ പ്ലസ് ബി എത്ര കിട്ടി, 3i + 2j + 0k കേട്ടോ. ഇതുപോലെ എങ്ങനെയാണ് എ മൈനസ് ബി കണ്ടുപിടിക്കേണ്ടത്, രണ്ട് വെക്ടേഴ്സ് എങ്ങനെ കുറയ്ക്കേണ്ടത്, ഇതുപോലെ കമ്പോണൻസ് എടുക്കുക, കോഎഫിഷ്യന്റുകൾ കുറയ്ക്കുക, ijk കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, എ മൈനസ് ബി, ഐ കമ്പോണന്റ് ഇവിടെ 1ഉം അവിടെ 2 ആയിരുന്നു, 1 - 2i കേട്ടോ. ജെ കമ്പോണൻസ് എന്തായിരുന്നു മക്കളെ, 1ഉം 1ഉം അല്ലേ, കുറച്ച് 1 - 1j പ്ലസ് കെ കമ്പോണൻസ് നോക്കടാ. കെ കമ്പോണന്റ് ആദ്യത്തെ വെക്ടറിന്റെ കമ്പോണന്റ് അവിടെ 1 ആണ്, കെ കമ്പോണന്റിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. രണ്ടാമത്തെ വെക്ടറിലെ കെയുടെ കോഎഫിഷ്യന്റ് ശ്രദ്ധിക്കണേ, -1 കേട്ടോ. ഈ പ്ലസും മൈനസും തെറ്റിപ്പോരുത്, അതൊക്കെ ശ്രദ്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വെക്ടർ അങ്ങനെ തെറ്റുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോ, 1 - 2i, 1 - 2 എന്ന് പറയുമ്പോൾ -i അല്ലേ, പ്ലസ് 1 - 1 0 അല്ലേ. ജെ എഴുതണം നിർബന്ധമില്ല, ഇനി എഴുതുന്ന ആളുകളാണെങ്കിൽ 0j എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, കെ കമ്പോണന്റ് ശ്രദ്ധിക്കുക, 1 - -1, രണ്ട് മൈനസ് വന്നു, രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആക്കി എടുക്കുക, 1 + 1 + 1 എത്രയാ, 2k കിട്ടിയോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? എ പ്ലസ് ബിയും എ മൈനസ് ബിയും സെറ്റ് അല്ലേ? അപ്പോൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കാൻ ഓരോ ijk കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റുകൾ ആഡ് ചെയ്യാം. എ മൈനസ് ബി എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, യു ഹാവ് ടു ഫൈൻഡ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. ഇത് കണ്ടുപിടിക്കലാണ് ക്വസ്റ്റ്യൻ, എ പ്ലസ് ബി എ മൈനസ് ബി കണ്ടുപിടിക്കലല്ല. റെഡി, എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. മക്കളെ എ പ്ലസ് ബി തന്നിട്ടുണ്ട് 3i + 2j + 0k ഡോട്ട് എ മൈനസ് ബി -i + 0j + 2k. അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാ അപ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാന്നല്ലേ. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യണ്ടേ? കമ്പോണൻസ് നോക്കാം, ijk കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ കോഎഫിഷ്യന്റുകൾ എടുത്ത് ijk കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് ആഡ് ചെയ്ത് ഡിഫറൻസ് കണ്ടില്ലേ, എ പ്ലസ് ബി എ മൈനസ് ബി ചെയ്തില്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ടുഗദർ. ഇവിടെ നോക്കടാ, 3iയും ഇവിടെ -iയും അല്ലേ. ഇവിടെ കോഎഫിഷ്യന്റ് വരുന്നത് എത്രയാണ് വരുന്നത്, ഇവിടെ കോഎഫിഷ്യന്റ് വരുന്നത് 3 ഇവിടെ കോഎഫിഷ്യന്റ് വരുന്നത് -1 അപ്പൊ 3 × -1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -3 പ്ലസ് ജെ കമ്പോണന്റിലേക്ക് വാ. ജെയുടെ ഇവിടെ കോഎഫിഷ്യന്റ് +2 ആണ്, ഇവിടെ 0 ആണ്. 2 × 0 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ, 0 പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് 0, ഇവിടെ 2, 0 × 2 ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പോൾ -3 + 0 + 0 ആൻസർ എന്ത് കിട്ടി, -3 എന്ന് കിട്ടി. ശ്രദ്ധിക്കണേ, എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഇത് ഇൻറ്റു ചെയ്യും, ഇവിടെ i എഴുതും, ഇവിടെ j എഴുതും, ഇവിടെ k എഴുതും, ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ആ പേര് തന്നെ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, സ്കെയിലാർ പ്രൊഡക്റ്റ് എന്നല്ലേ. സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ട് വെക്ടേഴ്സ് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക, നമ്പർ ആയിരിക്കും കിട്ടുക കേട്ടോ. നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യൂലേ, വർക്ക് ഡൺ കിട്ടൂലേ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി കേട്ടോ. FD cos θ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ, വർക്ക് ഡൺ. റെഡി, ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ijk കൊടുക്കരുത്, കമ്പോണൻസ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, നമ്പർ ആയിരിക്കും ഉത്തരം. റെഡി, അപ്പൊ അങ്ങനെയാണ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ റെപ്രസെന്റഡ് ബൈ എ ആൻഡ് ബി. ക്വസ്റ്റ്യനിൽ നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട് അല്ലേ. ആ വെക്ടർ എയും വെക്ടർ ബിയും എന്താന്ന് പറഞ്ഞിട്ടല്ലേ, വെക്ടർ എയും വെക്ടർ ബിയും ഒരു ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി, ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ട്രയാങ്കിളിലെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. എന്നിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്താണ് മക്കളെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. കാണാപ്പാഠം പഠിക്കണം, 1/2 മോഡുലസ് ഓഫ് a ക്രോസ് b അല്ലേ.
1/2 മോഡുലസ് ഓഫ് എ ക്രോസ് ബി. സെയിം ക്വസ്റ്റ്യൻ പാരലലോഗ്രാം ആണെങ്കിലോ, രണ്ട് ട്രയാങ്കിൾ ചേർത്താലല്ലേ നമുക്ക് പാരലലോഗ്രാം കിട്ടുക അല്ലേ? പാരലലോഗ്രാം ഇതാണല്ലോ പാരലലോഗ്രാം അല്ലേ? പാരലലോഗ്രാം നോക്കിക്കേ, രണ്ട് ട്രയാങ്കിൾ അല്ലേ? ഇതൊരു ട്രയാങ്കിൾ, ഇത് രണ്ട് ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആ. ഇപ്പൊ രണ്ടെണ്ണം ആകുമ്പോഴോ ഹാഫിന് ഡബിൾ 1 മോഡുലസ് ഓഫ് എ ക്രോസ് ബി. റെഡി? അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ്, രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം കേട്ടോ. ഏരിയ കണ്ടുപിടിക്കാൻ മക്കളെ ആദ്യം നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എ ക്രോസ് ബി ചെയ്യേണ്ടത്? രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ n ക്യാപ് എന്ന ഇക്വേഷൻ ഉണ്ട്. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ആംഗിൾ തരുമ്പോഴാണ്. ഇവിടെ ആംഗിൾ തന്നിട്ടില്ല, രണ്ട് വെക്ടേഴ്സ് എയും ബിയും മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? എയും ബിയും തന്നിട്ട് എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം മക്കളെ? ഡിറ്റർമിനൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ? ഫസ്റ്റ് റോയില് നമ്മൾ i j k കൊടുത്തു. റെഡി? സെക്കൻഡ് റോയില് എന്ത് ചെയ്യണം? ആദ്യത്തെ വെക്ടർ എ അല്ലേ? എയുടെ സ്കെയിലാർ കമ്പോണൻസ് ഒക്കെ കൊടുക്കണം അല്ലേ? നോക്കിയേ, i j k കോഎഫിഷ്യന്റ് ആരൊക്കെയാ? 1 1 1. റെഡി? യെസ്. രണ്ടാമത്തെ വെക്ടർ ബി, ബിയുടെ കമ്പോണൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ലൈനിൽ കൊടുക്കുന്നത് കേട്ടോ. 2 1 -1. റെഡി? ഇപ്പൊ എങ്ങനെ ഡിറ്റർമിനൻസ് സോൾവ് ചെയ്യുക? ഡിറ്റർമിനൻസ് സോൾവ് ചെയ്യേണ്ട ഐഡിയ ഒക്കെ അറിയില്ലേ? നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ? ഇത് പ്ലസ് ആയിരിക്കുന്നതായിരിക്കാം. ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എന്തായിരിക്കും? പ്ലസ്. അത് പ്ലസ് ആണെങ്കിൽ അടുത്ത ആള് മൈനസ്, അടുത്ത ആള് പ്ലസ്, അങ്ങനെയാണല്ലോ. റെഡി? യെസ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയാണെ i ഇൻറ്റു i വരുന്ന റോയും കോളും ഒഴിവാക്കാം. i വരുന്ന റോയും കോളം ഒഴിവാക്കുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കുക. ബാക്കി വരുന്ന ആളുകൾ ആരൊക്കെയാ? യെസ്, 1 1 1 -1. കറക്റ്റ്. i വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ഐയുടെ മൈനറിന് കിട്ടും കേട്ടോ. മൈനർ ആരാ? ഡിറ്റർമിനന്റ് 1 1 1 -1. റെഡി? യെസ്. ജെയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ചിഹ്നം മൈനസ് ആണേ. -j ഇൻറ്റു എന്ത് ചെയ്യണം? ജെയുടെ റോയും കോളം ഒഴിവാക്കണം. ജെ വരുന്ന റോയും കോളം ഒഴിവാക്കണം കേട്ടോ. ഇപ്പൊ ജെ ഏത് റോയിലാണുള്ളത്? ജെ ഫസ്റ്റ് റോയിലാണ്, സെക്കൻഡ് കോളത്തിലാണ്. അത് രണ്ടും ഒഴിവാക്കുക. ബാക്കി വരുന്ന എലമെന്റുകൾ എടുത്തോ. 1 1 2 -1. 1 1 2 -1. ക്ലിയർ? അപ്പൊ -j, ജെയുടെ മൈനസ് നമ്മൾ എഴുതി. യെസ്. ദെൻ പ്ലസ് കെ ഇൻറ്റു ഇതേ പരിപാടി കെയുടെ റോയും കോളും ഒഴിവാക്കിയാൽ മക്കളെ കെയുടെ മൈനർ കിട്ടും കേട്ടോ. കെ വരുന്ന റോയും കോളും ഞാൻ അവിടെ എലിമിനേറ്റ് ചെയ്തു. ബാക്കി ആരോളെ? 1 1 2 1. യെസ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാം. i ഇൻറ്റു ഇതെങ്ങനെ സോൾവ് ചെയ്യണ്ടേ? യെസ്, എപ്പോഴും ശ്രദ്ധിക്കുക. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയോ? ഇങ്ങനെ ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു -1 1 ഇൻറ്റു -1 -1 മൈനസ് അടുത്ത രണ്ട് നമ്പേഴ്സ് 1 ഇൻറ്റു 1 എത്രയാ? 1. റെഡി? -j ഇൻറ്റു ശ്രദ്ധിക്കുക, ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു -1 -1 മൈനസ് 2 ഇൻറ്റു 1 എത്രയാ? -2. ഓക്കെ. പ്ലസ് കെ ഇൻറ്റു ശ്രദ്ധിക്കുക, 1 ഇൻറ്റു 1 1 -2 ഇൻറ്റു 1 2. റെഡി? ഇപ്പൊ നമുക്ക് വെക്റ്റർ കിട്ടുമല്ലോ. -1 -1 -1 എത്രയാ? -2i. -1 എത്രയാ? -2i. ഓക്കെ, ഞാൻ ഇവിടെ എഴുതണ്ടേ -2i. ഓക്കെ. -1 -2 -1 -2 -3 ആണ്. പുറത്തൊരു മൈനസ് കണ്ടോ? ആ മൈനസ് കൂടി ചേർന്ന് എന്ത് കിട്ടി മക്കളെ? +3j. ഓക്കെ. അഗൈൻ 1 -2 -1 ആണ്, -1k. റെഡി ആണോ? എ ക്രോസ് ബി ചെയ്തോ, വെക്റ്റർ കിട്ടി. എ ക്രോസ് ബി ചെയ്തു, വെക്റ്റർ കിട്ടി. റെഡി? കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇക്വേഷന്റെ ഏരിയ = 1/2 എടുക്കണം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി അല്ലെ? അപ്പോൾ എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? എ ക്രോസ് ബി നമ്മുടെ കയ്യിലില്ലേ? യെസ്, എ ക്രോസ് ബി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എ ക്രോസ് ബി കയ്യിലുണ്ട്. ഇപ്പൊ എങ്ങനെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് എ ക്രോസ് ബി = റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ കണ്ടുപിടിക്കും? -2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1. എത്ര കിട്ടും? 1 + 9 10 + 1 √14 എന്ന് കിട്ടും. റെഡി? സോ ഏരിയ കഴിഞ്ഞിട്ടോ, ഏരിയ = 1/2 മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണല്ലോ. ആൻസർ 1/2 ഇൻറ്റു √14. ദാറ്റ് ഈസ് √14/2. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞേ. 2 മാർക്ക് കിട്ടും. ചിലപ്പോൾ അത് 3 മാർക്കിന് ചോദിക്കും. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷുവർ ഷോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ട്രയാങ്കിളിൻ്റെ ഏരിയ
കേട്ടോ. കാരണം അത്രയധികം തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. എ ക്രോസ് ബി കണ്ടുപിടിക്കുന്ന വിധം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന വിധം, ഏരിയ കണ്ടുപിടിക്കുന്ന വിധം. റെഡി? യെസ്, മൂവ് ടു നെക്സ്റ്റ് വൺ. യെസ്, എന്താ പറഞ്ഞല്ലേ? ഇഫ് തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. തീറ്റ കണ്ടുപിടിക്കണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി അല്ലേ? നമുക്ക് തീറ്റയെ കണ്ടുപിടിക്കണ്ടേ മക്കളെ? എ ഡോട്ട് ബിയുടെ ഇക്വേഷൻ എന്താടാ? എ ഡോട്ട് ബി മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ ആണല്ലോ. എ ക്രോസ് ബിയുടെ ഇക്വേഷൻ എന്താ? മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. അവിടെ കൊണ്ട് നിർത്തരുത് കേട്ടോ, അവിടെ ആരും കൂടി ഉണ്ടാവും? എൻ ക്യാപ്പ്. എന്തിനാ എൻ ക്യാപ്പ് കൊടുക്കുന്നേ? സി, എ ക്രോസ് ബി ചെയ്യുമ്പോഴേ കണ്ടോ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? വെക്റ്റർ ആയിരുന്നു അല്ലേ? എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? വെക്റ്റർ ആണ് അല്ലേ? അപ്പോൾ അത് വെക്റ്റർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എൻ ക്യാപ്പ്, യൂണിറ്റ് വെക്റ്റർ കൊടുക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ആണല്ലോ. മോഡുലസ് ഓഫ് മോഡ് എന്ന് പറയുന്നത് മോഡ് എ തന്നെ, മോഡുലസ് ഓഫ് മോഡ് ബി തന്നെ, മോഡുലസ് ഓഫ് കോസ് തീറ്റ, മോഡുലസ് ഓഫ് മോഡ് എ, മോഡുലസ് ഓഫ് മോഡ് ബി, മോഡുലസ് ഓഫ് സൈൻ തീറ്റ. ശ്രദ്ധിക്കണേ, എന്താ മോഡുലസ് ഓഫ് എൻ ക്യാപ്പ്? സിൻസ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ അല്ലേ? യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എത്രയാടാ? 1 അല്ലേ? അല്ലേ? യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1. അപ്പോ മോഡുലസ് ഓഫ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് 1 കേട്ടോ. ഇക്വേഷൻ ആണല്ലോ. ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഒരുപോലെയുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് അവരെ കട്ട് ചെയ്ത് കളയാം അല്ലേ? നോക്കടാ, മോഡ് എ കട്ട്, മോഡ് ബി കട്ട്. നമുക്ക് എന്ത് കിട്ടി? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. റെഡി മക്കളെ? ഏത് ആംഗിളിനാടാ കോസ് തീറ്റയും സൈൻ തീറ്റയും സെയിം ആയിട്ട് വരുന്നത്? അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 ഈക്വൽ ടു ടാൻ തീറ്റ. ഇങ്ങനെയും ചെയ്യാം. കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. ഏത് ആംഗിളിനാണ് മക്കളെ കോസ് വാല്യൂ സൈൻ വാല്യൂ സെയിം ആയിട്ട് വരുന്നത്? π/4 ട്ടാ. π/4 അഥവാ 45 ഡിഗ്രി അല്ലേ? കോസ് 45 സൈൻ 45 1/√2 എന്നറിയാം. ഇനി അതല്ല ടാൻ തീറ്റ 1 ആണെങ്കിൽ അത് ഓക്കെ അല്ലേ? ടാൻ 45 ടാൻ π/4 എത്രയാ? 1 കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ആംഗിൾ ഈസ് ഈക്വൽ ടു π/4. റെഡി? അപ്പോൾ നമുക്ക് അടുത്ത അതിന്റെ സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ i-j ഓൺ ദ വെക്ടർ ബി i+j. മക്കളെടാ, പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് അറിയില്ലേ? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ്, ഇപ്പൊ ഞാൻ വെക്ടർ എ വരച്ചു. ദിസ് ഈസ് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ ബി കേട്ടോ. വെക്ടർ എ വെക്ടർ ബിയുടെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ വെക്ടർ ഏതാണല്ലോ, വെക്ടർ എന്റെ ടെർമിനൽ പോയിന്റ് നേരെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ലെങ്താ അല്ലേ? ഒരാൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വെക്ടർ എ ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി എത്ര കിട്ടുള്ളൂ? ഈ ലെങ്ത്തെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ആ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊജക്ഷൻ കേട്ടോ. ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊജക്ഷൻ. ഇത് ആരുടെ പ്രൊജക്ഷനാ? വെക്ടർ എനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലേ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ആരുടെ മുകളിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്? സി മക്കളെ നോക്കണം, താഴെ ബി അല്ലേ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി. കറക്റ്റ്. അപ്പോൾ ആ ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാലോ. എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. വെക്ടർ എ നമുക്കറിയാം i-j ആണ്. ഡോട്ട് വെക്ടർ ബി നമുക്കറിയാം i+j ആണ് അല്ലേ? ഇപ്പം എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. കമ്പോണൻസ് ij കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് ഇൻറ്റു ചെയ്യുക. നോക്കടാ, ഐ കമ്പോണന്റ് ഫസ്റ്റ് വെക്ടറിൽ ഐ കമ്പോണന്റ് 1 ആണ്, ഇവിടെയും 1 ആണ്. 1 × 1 ചെയ്താൽ 1 പ്ലസ്. രണ്ടാമത്തെ വെക്ടറിൽ ഇവിടെ നോക്കിയേ, ഇവിടെ -1 ആണ്, ഇവിടെ +1 ആണ്. ഇൻറ്റു ചെയ്താൽ -1. 1 + -1 പ്ലസും മൈനസും വന്നാൽ മക്കളെ കുറയ്ക്കട്ടാ. 1 പ്ലസും മൈനസും മൈനസ് ആക്കിയാൽ 1 - 1 ആൻസർ എന്ത് കിട്ടി? 0 അല്ലേ മക്കളെ? എ ഡോട്ട് ബി 0. എടാ ന്യൂമറേറ്റർ 0 ആണെങ്കിൽ മക്കളെ ഇതിന് മൊത്തം ആൻസർ 0 അല്ലേ? മോഡ് ബിക്ക് ഇനി എത്ര 100 110 കിട്ടിയാലും കാര്യമില്ല. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ആ മൊത്തം ആൻസർ എന്തായി? 0 ആയി. ക്ലിയർ? അപ്പൊ ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. വേറൊരു കൺസെപ്റ്റ് കൂടി പറയട്ടെ. എ ഡോട്ട് ബി കാണുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും എന്തായിരിക്കും മക്കളെ? പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും കാണുന്നുണ്ടോ? വെക്ടർ എയും വെക്ടർ ബിയും. റെഡി?
വെക്ടർ എയും വെക്ടർ ബിയും. പെർപെൻഡിക്കുലർ ആണെങ്കിലേ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ, അത് കുത്തനെ പോയിക്കൊണ്ടിരിക്കല്ലേ. പ്രൊജക്ഷൻ എടുത്താൽ മക്കളെ ആ പോയിന്റ് എന്ത് തന്നെയായിരിക്കും, ഇവിടെ ആയിരിക്കും അതിന്റെ പ്രൊജക്ഷൻ വരിക അല്ലേ. പ്രൊജക്ഷൻ ഇല്ല, ഇത് ചെരിഞ്ഞ് നിന്നാലല്ലേ മക്കളെ നമുക്ക് താഴത്തേക്ക് പ്രൊജക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. റെഡി? കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഇക്വേഷൻ പഠിക്കണം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, 1 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് ചോദിക്കാം. എ ഡോട്ട് ബി ബൈ മോഡ് ബി, എ ഡോട്ട് ബി ബൈ മോഡ് ബി. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ ഐ പ്ലസ് ജെ പ്ലസ് കെ വെക്ടർ എ, വെക്ടർ ബി തന്നിട്ടുണ്ട് ഐ പ്ലസ് 2j പ്ലസ് 3k. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കണം. ബ്രഹ്മാണ്ട ക്വസ്റ്റ്യൻ ഒന്നല്ല കേട്ടോ. എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കുക? ij k കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അല്ലേ. എങ്ങനെ ആഡ് ചെയ്യും? എ പ്ലസ് ബി 1 പ്ലസ് 1 2y. ജെ കമ്പോണൻസ് ഇവിടെ 1ഉം ഇവിടെ 2 അല്ലേ, 1 പ്ലസ് 2 3j. റെഡി? യെസ്. കെ കമ്പോണന്റ് ഇവിടെ 1ഉം 3ഉം ആണ്, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4k. റെഡി? എ പ്ലസ് ബി കിട്ടി കേട്ടോ. എ പ്ലസ് ബി എത്രയാ? 2y പ്ലസ് 3j പ്ലസ് 4k. യെസ്. എങ്ങനെ മക്കളെ എ മൈനസ് ബി കണ്ടുപിടിക്കാം? യെസ്, എ മൈനസ് ബി കണ്ടുപിടിക്കാൻ സെയിം പരിപാടി. നമ്മൾ കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യുക? കോഎഫിഷ്യൻസ് കുറയ്ക്കുക, ij k കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിയേ, 1ഉം 1ഉം 1 മൈനസ് 1 0 0i പ്ലസ് 1ഉം 2ഉം 1ഉം 2ഉം 1 മൈനസ് 2 മൈനസ് 1 അല്ലേ, മൈനസ് 1j. റെഡി? കെ കമ്പോണന്റ് 1ഉം 3ഉം 1 മൈനസ് 3 എത്രയാ? മൈനസ് 2k. മൈനസ് 2k കേട്ടോ. യെസ്. ഇപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എ മൈനസ് ബി 0i അല്ലെ, പ്ലസ് മൈനസ് മൈനസ് ആണ്, മൈനസ് ജെ മൈനസ് 2k. റെഡി അല്ലേ? 1 മാർക്ക് കിട്ടിയില്ലേ? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കുന്നത് ഓക്കെയാണോ? കറസ്പോണ്ടിങ് ij kയുടെ കോഎഫിഷ്യൻസ് എടുക്കുക, കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്ത് ij k കൊടുത്താൽ എ പ്ലസ് ബി ആയി, കോഎഫിഷ്യൻസ് കുറച്ച് ij k കൊടുത്തതിനാൽ നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് ബി ആയി കേട്ടോ. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി കിട്ടി. എ പ്ലസ് ബി ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു 2y പ്ലസ് 3j പ്ലസ് 4k. എ മൈനസ് ബി നമുക്ക് കിട്ടി. എ മൈനസ് ബി എത്രയാണ്? 0i മൈനസ് ജെ മൈനസ് 2k. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ഈ ഒരു ക്വസ്റ്റ്യനിലാണുള്ളത് കേട്ടോ. പലരും ഇതിനെ കൺസെപ്റ്റ് അറിയാതെ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ആരും ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യരുത്, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത്, വരണേ എന്തുകൊണ്ടാണ്? എല്ലാവർക്കും കിട്ടുമല്ലോ, ഉത്തരം കിട്ടുമല്ലോ. ശ്രദ്ധിക്കാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. മക്കളെ, എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. റെഡി? എടാ, 2 വെക്ടേഴ്സ് എ പ്ലസ് ബി തന്നിട്ടുണ്ട് 2i പ്ലസ് 3j പ്ലസ് 4k. എ മൈനസ് ബി തന്നിട്ടുണ്ട് 0i മൈനസ് ജെ മൈനസ് 2k. ഇങ്ങനെ 2 വെക്ടേഴ്സ് തന്നിട്ടേ ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആ 2 വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. ആ 2 വെക്ടേഴ്സ് എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എ പ്ലസ് ബിയും എ മൈനസ് ബിയും ക്രോസ് ചെയ്യാൻ പോവാണേ. നോക്കിക്കോ, എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കേട്ടോ. എ പ്ലസ് ബിയും എ മൈനസ് ബിയും ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് വരക്കണം ij k അല്ലേ. ഫസ്റ്റ് റോയിൽ ij k കൊടുത്തു. റെഡി? സെക്കൻഡ് റോയിൽ ആരെ കൊടുക്കണം? ആദ്യത്തെ വെക്ടർ എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബിയുടെ കമ്പോണൻസ് എഴുതണം. എ പ്ലസ് ബിയുടെ കമ്പോണൻസ് ij k കമ്പോണൻസ് 2i 3j 4k ആണ്. കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ എന്ത് കിട്ടും? 2 3 4. റെഡി? എ മൈനസ് ബി, രണ്ടാമത്തെ വെക്ടർ എ മൈനസ് ബിയുടെ കോഎഫിഷ്യൻസ് ij k കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് 0 -1 -2 കൊടുക്കുക. 0 -1 -2. ഓക്കെ, ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഐ വരുന്ന റോയും കോളം ഒഴിവാക്കുക. നമുക്ക് ആരെ കിട്ടും? 3 4 -1 -2. 3 4 -1 -2. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും കോളം ഒഴിവാക്കുക. ജെ വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ മക്കൾ നമുക്ക് ആരെ കിട്ടും? 2 4 0 -2 അല്ലേ. ജെ വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 2 4 0 -2 പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളം ഒഴിവാക്കൂ. കെ വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? 2 3 0 -1. റെഡി അല്ലേ? എളുപ്പം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യും? ഐ ഇൻറ്റു ഇൻറ്റു ചെയ്തോ 3 × -2 -6 -1 × -4 സോറി -1 × 4 -4. റെഡി? മൈനസ് ജെ ഇൻറ്റു മക്കളെ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 2 × -2 -4 ആണ്.
മൈനസ് 0 ഇൻറ്റു 4 0 ആണ് കേട്ടോ. പ്ലസ് കെ ഇൻറ്റു ശ്രദ്ധിക്കുക 2 ഇൻറ്റു -1 -2 ആണ്. 0 ഇൻറ്റു 3 0 ആണ്. റെഡി? നമുക്ക് വെക്ടർ കിട്ടുമല്ലോ. ശ്രദ്ധിച്ചോ, എന്ത് കിട്ടി? -6 മൈനസ് ഓഫ് മൈനസ് ആണ് ഇപ്പോൾ പ്ലസ്സാ. -6 + 4 -6 + 4 എത്രയാ? -2i. -6 + 4 -2i. മക്കളെ -4 -0 -4 പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ. ആൻസർ എന്തായി? +4j. -2 -0 അഗൈൻ -2 ആണ്. -2k. റെഡി ആണല്ലോ. a + b ക്രോസ് a - b ആൻസർ കിട്ടിട്ടാ. എത്രയാ? -2i +4j -2k. അപ്പോൾ എല്ലാവരും പഠിക്കുക, a + b ക്രോസ് a - b ചെയ്താൽ രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ ഇപ്പൊ തന്നെ തലയിൽ കിട്ടുക. രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ ആൻസർ നമുക്ക് ഒരു വെക്ടറാണ് കിട്ടുക. ഈ വെക്ടറിന്റെ പ്രത്യേകത എന്താ മക്കളെ? നമ്മൾ ക്രോസ് ചെയ്ത രണ്ട് വെക്ടേഴ്സ് ഇല്ലേ, ആ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? -2i +4j -2k. ക്ലിയർ ആണോ? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പഠിച്ചോ, ആ രണ്ട് വെക്ടേഴ്സും എന്ത് ചെയ്യുക? നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. റെഡി? അപ്പൊ ഇതുകൊണ്ട് തീർന്നില്ല ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടർ അല്ല കണ്ടുപിടിക്കേണ്ടത്, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a + b and a - b. നമ്മൾ പെർപെൻഡിക്കുലർ വെക്ടർ വരെ എത്തിയിട്ടുള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ വെക്ടർ അറിയാലോ. ഈ വെക്ടർ ഞാൻ ഇവിടെ എഴുതിയിട്ടാ. വെക്ടർ സി എന്ന് പേര് കൊടുത്തേ. വെക്ടർ സി = -2i +4j -2k. റെഡി? അപ്പോൾ സി എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രത്യേകത എന്താ? സി എന്ന് പറയുന്ന വെക്ടർ a + bക്കും a - bക്കും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടർ മാത്രം പോരാ, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിയുടെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? സി ക്യാപ് ഇക്വേഷൻ എന്താ? വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡ് സി. വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡ് സി. വെക്ടർ സി വേഗം എഴുതിക്കോ. വെക്ടർ സി ഈസ് -2i +4j -2k ഡിവൈഡഡ് ബൈ മോഡ് സി. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇങ്ങനെ കണ്ടുപിടിക്കും. -2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, അഗൈൻ -2 സ്ക്വയർ 4 ട്ടാ. എത്ര കിട്ടിയടാ? -2i +4j -2k ഡിവൈഡഡ് ബൈ റൂട്ട് 4, 16, 20, 24 √24 ട്ടാ. റെഡി? അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ മക്കളും നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. കാരണം ഈ കൺസെപ്റ്റ് ഡയറക്റ്റ് ചോദിക്കില്ല. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ക്രോസ് പ്രൊഡക്റ്റ് കാണാനൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ഡയറക്റ്റ് കാണാനൊന്നും ചോദിക്കില്ല. എങ്ങനെ ചോദിക്കുള്ളൂ? രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദീസ് ടു വെക്ടേഴ്സ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ മൂന്നാമത് വെക്ടർ കിട്ടും. ആ വെക്ടർ രണ്ട് വെക്ടേഴ്സും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ഇനി കൂടുതൽ കഥകൾ അതിന്റെ മുകളിൽ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ i - 2j + 3k ആൻഡ് വെക്ടർ b = 3i - 2j + k. എടാ വരണേ എന്ന് 100 തവണ പ്രാർത്ഥിച്ചിട്ട് ചെയ്താട്ടാ. വെക്ടർ a = i - 2j + 3k. റെഡി? വെക്ടർ ബി തന്നിട്ടുണ്ടോ? വെക്ടർ ബി എത്രയാ? 3i - 2j + k. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് രണ്ട് വെക്ടേഴ്സിനും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിക്കണം. cos θ = മോഡുലസ് ഓഫ് a.b ഡിവൈഡഡ് ബൈ മോഡ് a മോഡ് b. ഇതേ ഇക്വേഷൻ 3D ചോദിക്കും. രണ്ട് ലൈൻസിന് തമ്മിലുള്ള ആംഗിൾ ചോദിക്കാറുണ്ട്. അവിടെ b1.b2 ബൈ മോഡ് b1 മോഡ് b2 എന്നൊക്കെ പഠിക്കും. സെയിം സാധനം. ഇവിടെ എയും ബി ആണ്, അവിടെ b1 b2 ആണ് കേട്ടോ. അപ്പോൾ കണ്ടുപിടിക്കാൻ മക്കളെ ആദ്യം a.b കണ്ടുപിടിക്കണം കേട്ടോ. i - 2j + 3k ആണ് വെക്ടർ a ഡോട്ട് വെക്ടർ ബി ആരാ? 3i - 2j + k. റെഡി? എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? ij k കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ 1 3, 1 × 3 3 പ്ലസ് -2 ഇൻറ്റു ചെയ്താൽ 4 പ്ലസ് 3ഉം 1ഉം ഇൻറ്റു ചെയ്താൽ 3. നമുക്ക് എത്ര കിട്ടി? 3 + 4 7, 7 + 3 10 എന്ന് കിട്ടി. എന്ത്? a.b. ഉറപ്പിക്കുകയാണേ a.b. യെസ്. എങ്ങനെയാണ് മക്കളെ മോഡ് എ കണ്ടുപിടിക്കാം? മോഡ് എ റൂട്ട് ഓഫ് വെക്ടർ എ i - 2j + 3k അല്ലേ? i കോഎഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1 പ്ലസ് ജെയുടെ കമ്പോണന്റ് ജെയുടെ കോഎഫിഷ്യന്റ് -2 സ്ക്വയർ ചെയ്താൽ 4, k കമ്പോണന്റ് കോഎഫിഷ്യന്റ് 3 ആണ്, 3 സ്ക്വയർ ചെയ്താൽ 9. റൈറ്റ്? 1 + 4 10, 10 + 9 √19 കിട്ടും. റെഡി? 3i - 2j + k വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? 3 സ്ക്വയർ 9 -2 സ്ക്വയർ 4
1ൻ്റെ സ്ക്വയർ 1 കേട്ടോ. സെയിം കമ്പോണൻറ്റ് തന്നെ 941 കേട്ടോ. എത്ര കിട്ടുക? √19. റെഡി? √19. റെഡി? √14 വരിക അല്ലേ? സോറി, √14. സോറി, റെഡി? √14. സോ cos θ is equal to ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. cos θ is equal to ഇക്വേഷനിൽ കൊടുക്കാം. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതാ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. cos θ is equal to a.b വാല്യൂ എത്രയാ? cos θ is equal to a.b നമ്മൾ കണ്ടുപിടിച്ചാണ് 10 ബൈ അല്ലേ mod a mod b. mod a √14 ആണ്, mod b √14 ആണ്. √14 × √14 14 ആണ്. വേണമെങ്കിൽ കട്ട് കേട്ടോ. 5 വെച്ച് 2 വെച്ച് കട്ട് ചെയ്താൽ 5/7 കിട്ടും. cos θ is equal to 5/7. θ is equal to cos inverse 5/7. കഴിഞ്ഞു. ആംഗിൾ റെഡി? പഠിക്കണേ. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഓഫ് a.b ഡിവൈഡ് ബൈ mod a mod b. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിക്കണേ. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു വെക്ടേഴ്സ് then which of the following is not a vector? വെക്ടർ അല്ലാത്തത് ആര് എന്ന ചോദ്യം. എളുപ്പല്ലേ? എടാ എയും ബിയും വെക്ടേഴ്സാ. a+b കൂട്ടിയാൽ തീർച്ചയായും അതെന്തായിരിക്കും? വെക്ടറാ അല്ലേ? നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തില്ലേ? a+b കൂട്ടുന്ന വെക്ടേഴ്സ് ഒക്കെ. യെസ്, a+b കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? അത് വെക്ടർ ആണ് കേട്ടോ. a-b കൂട്ടിയാലും മക്കളെ എയിൽ നിന്ന് ബി കുറച്ചാൽ, 2 വെക്ടേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? വെക്ടർ തന്നെ കേട്ടോ. എടാ a×b ചെയ്താൽ ഡിറ്റർമിനന്റ് വരച്ചിട്ടല്ലേ a×b ചെയ്യുക. a×b ചെയ്ത് കിട്ടുന്ന ആളും എന്ത് തന്നെയാണ്? വെക്ടർ തന്നെയല്ലേ. ആ വെക്ടറിന്റെ പ്രത്യേകത ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. a×b ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ വെക്ടർ, വെക്ടർ സിയുടെ പ്രത്യേകത, ആ വെക്ടർ സി വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലറാ. അപ്പോൾ ഇവിടെ വെക്ടർ അല്ലാതെ വരുന്നത് ആരെ മക്കളെ? a.b അല്ലേ? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ a.b കണ്ടുപിടിച്ച കണ്ടോ? a.b ചെയ്തപ്പോൾ നമുക്ക് 10 എന്നാണ് കിട്ടുന്നത്. 10 എന്തല്ല? വെക്ടർ അല്ല. റെഡി? സോ ഹിയർ വിച്ച് വൺ ഈസ് നോട്ട് എ വെക്ടർ എന്ന് ചോദിച്ചാൽ വെക്ടർ അല്ലാത്തത് ആരാ മക്കളെ? a.b ആണ് വെക്ടർ അല്ലാത്തത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഒരു പാരലലോഗ്രാം തന്നു. നമ്മൾ ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് എയും ബിയുമാണ് അല്ലേ? എങ്ങനെയാ മക്കളെ ഈ പാരലലോഗ്രാമിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? യൂസിങ് വെക്ടർ ആൾജിബ്ര. യെസ്, മോഡുലസ് ഓഫ് a×b അല്ലേ? ആ 2 അഡ്ജസന്റ് വെക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ ഓർമ്മ വന്ന കാര്യമാണ്. ഇവിടെ സാധാരണഗതിയിൽ 2 അഡ്ജസന്റ് സൈഡ്സ് എയും ബി എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എടുത്തു പോകാറാണ് പതിവ് അല്ലേ? ഈ എക്കും ബിക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. വെക്ടർ എയും വെക്ടർ ബിയും കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബിയും എന്തായിരിക്കണം? കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആയിരിക്കണം. എന്താ കോ ഇനീഷ്യൽ വെക്ടേഴ്സ്? ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ അല്ലേ? നോക്കടാ, ഈ പോയിന്റിൽ നിന്നാണ് ബിയും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പോയിന്റിൽ നിന്നാണ് എയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. റെഡി? യെസ്. അപ്പോൾ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആയിരിക്കണം എയും ബിയും. ഇപ്പോൾ തിരിച്ചുള്ള വെക്ടറാണ് തരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. യെസ്, എന്തായാലും നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 2 വെക്ടേഴ്സ് എന്തായിരിക്കണം? കോ ഇനീഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ a×b എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഡിറ്റർമിനന്റ് വരക്കുക, ij എഴുതുക അല്ലേ? ഫസ്റ്റ് റോ ij എഴുതി. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ വെക്ടർ എ ആണ്. എയുടെ സ്കെയിലാർ കമ്പോണൻസ് എഴുതണം 1 -1 3. മൂന്നാമത്തെ റോ വെക്ടർ ബിയുടെ സ്കെയിലാർ കമ്പോണൻസ് എഴുതണം 2 -7 1. റെഡി? എങ്ങനെ സോൾവ് ചെയ്യണ്ടേ? ഐ എടുക്കുക, ഐ വരുന്ന റോയും കോളം ഒഴിവാക്കുക. -1 3 -7 1. റൈറ്റ്? -j ഇൻറ്റു ജെ വരുന്ന റോയും കോളം ഒഴിവാക്കുക. 1 3 2 1. പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളം ഒഴിവാക്കുക. 1 -1 2 -7. റെഡി അല്ലേ? 1 -1 2 -7. റെഡി? സോൾവ് ചെയ്യുക. ഐ ഇൻറ്റു എങ്ങനെ ചെയ്യണ്ടേ? -1 × 1 -1 -7 × 3 എത്രയാ? -21. റെഡി? -j ഇൻറ്റു 1 × 1 1 -2 × 3 6 പ്ലസ് കെ ഇൻറ്റു 1 × -1 -7 -2 × -1 എത്രയാ? -2. റെഡി?
ഓക്കെ, എങ്ങനെ ചെയ്യണ്ടേ? -1 മൈനസ് ഓഫ് -1 പ്ലസ് അല്ലേ? 21 -1 എത്ര വരും? 20i. 1 - 6 ചെയ്താൽ -5 ആണ്. പുറത്തൊരു മൈനസ് കൂടി ഉണ്ടല്ലോ മക്കളെ. മൈനസ് ഓഫ് മൈനസ് എന്ത് കിട്ടും മക്കളെ? 5j കേട്ടോ. -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ? -1 + 2 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും നമുക്കവിടെ? -1 + 2 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? യെസ്, -7 ആണേ, സോറി. -7 + 2 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? -5k. റെഡി? അപ്പോ A cross B ചെയ്തു. A cross B ചെയ്തപ്പോൾ കിട്ടുന്ന ആളാരാ? 20i + 5j - 5k. കഴിഞ്ഞിട്ടില്ല കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് A cross B കണ്ടുപിടിച്ചാലേ എന്താവുള്ളൂ? ഏരിയ ആവുള്ളൂ. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? √20² 20യുടെ സ്ക്വയർ എത്രയാ? 400 പ്ലസ് 5ന്റെ സ്ക്വയർ 25 പ്ലസ് -5ന്റെ സ്ക്വയർ അഗെയിൻ 25. ആൻസർ എന്ത് കിട്ടും? √450 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. റെഡി? √450 സ്ക്വയർ യൂണിറ്റ്സ്. റെഡി? അപ്പോൾ പാരലലോഗ്രാമിന്റെ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻസ് മറക്കാതിരിക്കുക കേട്ടോ. ട്രയാങ്കിൾ ആണെങ്കിൽ 1/2 മോഡുലസ് ഓഫ് A cross B, പാരലലോഗ്രാം ആണെങ്കിൽ മോഡുലസ് ഓഫ് A cross B കേട്ടോ. യെസ്. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ 3i - 2j + 5k. മക്കളെ ശ്രദ്ധിച്ചേ, നമുക്കൊരു വെക്ടർ തന്നു, xi yj zk. റെഡി? ഒരു വെക്ടർ തന്നിട്ട് എങ്ങനെയാ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ കേട്ടോ. എങ്ങനെ കോസ് ആൽഫ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കുക. x കമ്പോണന്റ് എടുക്കുക, x/√(x² + y² + z². എളുപ്പമല്ലേ? കോസ് ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക? y/√(x² + y² + z². കോസ് ഗാമ എങ്ങനെ കണ്ടുപിടിക്കും? z/√(x² + y² + z². കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് ആൽഫ കണ്ടുപിടിക്കാമല്ലോ. കോസ് ആൽഫ കണ്ടുപിടിക്കാം. എക്സ് കമ്പോണന്റ് ആരാ? 3 ബൈ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? √ഓഫ് ഞാൻ അവിടെ ചെയ്യേണ്ട √3² 9 പ്ലസ് -2ന്റെ സ്ക്വയർ 4 പ്ലസ് 5² 25. എത്ര കിട്ടും? യെസ്, 3² 9 -2² 4 5² 25 9 + 4 13 13 + 25 √38 എന്ന് കിട്ടും. റെഡി അല്ലേ? എങ്ങനെയാ കോസ് ബീറ്റ കണ്ടുപിടിക്കുക? യെസ്, y കമ്പോണന്റ് ശ്രദ്ധിച്ചേ. ജെയുടെ കൂടെ ആരുള്ള ഇവിടെ? -2 ബൈ √(x² + y² + z² ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, √38 കേട്ടോ. ആൻഡ് കോസ് ഗാമ എങ്ങനെ കണ്ടുപിടിക്കും? z ആരവിടെ? z ഈസ് 5/√38. എളുപ്പമല്ലേ? വിട്ട് കളയരുത് കേട്ടോ. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ എക്സ് കമ്പോണന്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് കൊടുക്കുക. y കമ്പോണന്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് കൊടുക്കുക. കോസ് ബീറ്റ. കോസ് ഗാമ കണ്ടുപിടിക്കണമെങ്കിൽ z/√(x² + y² + z². ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് a is equal to i + j + k, b is equal to 2i + mj + 3k. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടല്ലേ? a is perpendicular to b. a എന്ന് പറയുന്ന വെക്ടർ ആർക്ക് പെർപെൻഡിക്കുലറാ? ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എടാ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കഥകൾ ഒരുപാടായിട്ടാ. a.b is equal to 0. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ a.bയുടെ വാല്യൂ എത്രയാ? 0 കൊടുക്കാലോ. വെക്ടർ എയും വെക്ടർ ബിയും കയ്യിലുണ്ടല്ലോ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ i + j + k ആണ്. വെക്ടർ ബി എന്ന് പറഞ്ഞാലോ 2i + mj + 3k ആണ് അല്ലേ? ഇത് ഡോട്ട് ചെയ്താൽ ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. കണ്ടുപിടിക്കാലോ. ഇത് കുറച്ച് പണിയെടുക്കേണ്ടി വരും ഈ വീഡിയോയിൽ. യെസ്, ഓണല്ലേ? യെസ്, 1 × 2 2 പ്ലസ് 1 × m m പ്ലസ് 1 × 3 3 is equal to 0. എടാ, 2 + 3 5 5 പ്ലസ് m is equal to 0. m എത്ര കിട്ടി? -5 എന്ന് കിട്ടി. റെഡി ആണല്ലോ? 1 × 2 2 1 × m m 1 × 3 3 2 + m + 3 = 0
5 പ്ലസ് എം ഈക്വൾ 0, എമ്മിൻ്റെ വാല്യൂ -5. ഇത് 0 വന്നതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്താ 0 കേട്ടോ. അപ്പോൾ വെക്ടർ ബി നമുക്ക് കിട്ടി 2i, എമ്മിൻ്റെ വാല്യൂ -5 അല്ലേ, -5j + 3k. ഇതാണ് ആര്? വെക്ടർ ബി. ഓക്കെ. വെക്ടർ എ ആരാ മക്കളെ? വെക്ടർ എ ഈസ് ഈക്വൽ ടു i + j + k. റെഡി? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ ചെയ്തിരുന്നു. a + b കണ്ടുപിടിച്ചു, a - b കണ്ടുപിടിച്ചു. രണ്ട് പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യണ്ടേ? രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ട് വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം മക്കളെ? എ ക്രോസ് ബി കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് വരച്ചു, ij എഴുതി, രണ്ടാമത്തെ റോയിൽ എയുടെ കമ്പോണൻസ് എഴുതി, മൂന്നാമത്തെ റോയിൽ ബിയുടെ കമ്പോണൻസ് എഴുതി. സോൾവ് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യണ്ടേ? i ഇൻറ്റു i വരുന്ന റോയും കോളം ഒഴിവാക്കിയേ 1 1 -5 3, -j ഇൻറ്റു j വരുന്ന റോയും കോളം ഒഴിവാക്കൂ 1 1 2 3, പ്ലസ് k ഇൻറ്റു k വരുന്ന റോയും കോളം ഒഴിവാക്കൂ 1 1 2 -5, 1 1 2 -5. സോൾവ് ചെയ്യാം കേട്ടോ. 1 ഇൻറ്റു 3 3 -5 ഇൻറ്റു 1 -5, മൈനസ് j ഇൻറ്റു ശ്രദ്ധിക്കുക 1 ഇൻറ്റു 3 അഗൈൻ 3 -2 ഇൻറ്റു 1 2, പ്ലസ് k ഇൻറ്റു ശ്രദ്ധിക്കുക 1 ഇൻറ്റു -5 -2. ആയില്ലേ? കഴിഞ്ഞു. 3 മൈനസ് ഓഫ് മൈനസ് എത്ര കിട്ടും മക്കളെ? 8i. റെഡി? 3 - 2 1 ആണേ, പുറത്ത് മൈനസ് ആണ്, സോ -j. -5 -2 -7, പുറത്ത് പ്ലസ് ആണ്, സോ -7k. റെഡി ആണോ? റെഡി? സോ 8i - j - 7k എന്ന് പറയുന്ന വെക്ടർ വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആണ്. റെഡി? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വിടാതെ പിടിക്കണം. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ആ രണ്ട് വെക്ടേഴ്സും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത വീഡിയോ ഉടനടി ഉണ്ടാവുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.